ഇന്നത്തെ നമ്മുടെ യാത്ര മസ്കറ്റിൽ നിന്ന് അധികം ദൂരമില്ലാത്തതും ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറുതായിട്ടൊക്കെ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചെറിയൊരു മഴ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വെള്ളത്തിൻ്റെതായ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ്. മറ്റൊന്നല്ല, ബിർക്കാത്ത് അൽ മൗസ്. മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 148 കിലോമീറ്ററാണ് ഈ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് എത്താനുള്ളത്. നമ്മൾ പോണ റൂട്ട് എന്ന് പറയുന്നത് മസ്കറ്റ് എയർപോർട്ടൊക്കെ കഴിഞ്ഞ് നേരെ റുസൈലെത്തിയിട്ട് അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ഫഞ്ച, സമയിൽ, അതുപോലെ ഇസ്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഈ പോണ റൂട്ടിൽ നമ്മൾ മെയിൻ വഴികളൊക്കെ അത്യാവശ്യം നല്ല വഴികളാണ്. പക്ഷേ മെയിൻ വഴിയിൽ നിന്നൊക്കെ കയറിയിട്ട് നമ്മൾ തിരിഞ്ഞ് കുറച്ചുകൊണ്ട് ഉള്ളിലേക്കൊക്കെ പോണ സമയത്ത് എന്താ പറയുക, റോഡ് സൈഡിൽ അത്യാവശ്യം എന്താ പറയുക വഴി അത്ര നല്ല സുഖമല്ല. പുതിയതായിട്ടൊക്കെ ചില റോഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ റോഡിലൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചില സൈഡുകളിലൊക്കെ എപ്പോഴും കിലോമീറ്ററൊക്കെ അതിൻ്റെ പരിധിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ അതിൽ സേഫായിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോട്ട് എത്താറായിട്ടുണ്ട്. അതേപോലെ ഈ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ റോഡിൻ്റെ സ്പീഡൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കുക. ചിലപ്പോൾ നമ്മൾ വന്ന അതേ സ്പീഡിൽ തന്നെ വരരുത്. അപ്പോൾ കിലോമീറ്ററൊക്കെ വരെ സൈഡിലായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കണ്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2 മണിക്കൂർ നീണ്ട ഡ്രൈവിങ്ങിനൊടുവിൽ നമ്മുടെ ആ ഒരു സ്പോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഗ്രീനിഷ് ആയിട്ടുള്ള ഏരിയ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നമ്മുടെ ആ ഒരു സ്പോട്ട് വളരെയധികം അടുത്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് ബിർക്കാത്ത് അൽ മൗസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ വ്യൂ പോയിന്റ് ജസ്റ്റ് ബാക്ക് സൈഡാണ്. ഇവിടെയും ഒരുപാട് ഗ്രീനിഷ് ആയിട്ടുള്ള ഏരിയയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് വാഴ വരെ ഞാൻ കണ്ടു ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് ട്രസ്പാസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷെ ജസ്റ്റ് ഒക്കെ ഒന്ന് നടന്നു നോക്കാം. ഇവിടെ ആരും കാണാനൊന്നുമില്ല. ഇത് പനയാണ്, നമ്മുടെ നാട്ടിൽ തെങ്ങ്, ഇവിടെ പന, ഇത്ര വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. പക്ഷെ നമുക്കൊരു ഗ്രീനിഷ് ആയിട്ട് നമ്മുടെ ആ ഒരു മസ്കറ്റിൽ നിന്നൊക്കെ മാറി ഒരു നല്ലൊരു വൈബ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടെ ഒരു കനാലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ വെള്ളമില്ല, മുമ്പ് എപ്പോഴെങ്കിലും വെള്ളം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ വെള്ളം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് അടിക്കുക, അങ്ങനെയൊന്നും നമുക്കറിയില്ല, സംഭവങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ചെറിയ പണ്ട് കാലത്ത് ആളുകൾ താമസിച്ചാർന്ന പോലത്തെ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. ചില വാഴയൊക്കെ കുലച്ചൊക്കെ ഉണ്ട്. പക്ഷെ കണ്ടിട്ട് എനിക്ക് നേന്ത്രവാഴ എന്നല്ല തോന്നുന്നു. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ മറ്റേ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇത് ആ മലയുടെ താഴെയായിട്ട് വേറെയും കുറച്ച് ബിൽഡിങ്സൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഏരിയയിലൊക്കെ ട്രസ്പാസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ റിസ്ക് എടുക്കണില്ല. ഇത്രയൊക്കെയുള്ള ഇവിടുത്തെ ഇതുകൾ. ഇനി നമുക്ക് അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് പോയി നോക്കാം. പിന്നെ നമ്മൾ നിന്ന ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു 500 മീറ്ററൊക്കെ പോയി കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് പഴയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഏകദേശം ഇത് ഈ ഒരു വി കഫേ ഒക്കെ കണ്ടല്ലോ, ഇതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പണ്ട് ആളുകൾ താമസിച്ചാർന്നുള്ള രീതിയിലുള്ള ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് നേരിട്ട് അനുഭവിക്കാം. കണ്ടോ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു വില്ലയുടെ ഉള്ളിലാണ്. ഇതൊക്കെ ഹൈറ്റൊക്കെ ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നത് കിച്ചണിൻ്റെ എന്തൊരു പോർഷൻ എന്നൊക്കെ തോന്നണേ. ഉണ്ടാ ഫുള്ള് മണ്ണിലാണ്, മണ്ണിൽ കല്ലൊക്കെ കുഴച്ചെടുത്തിട്ടാണ് പണ്ടത്തെ കാലത്ത് വീടുണ്ടാക്കി നിങ്ങൾക്ക് അറിയാലോ. അതേ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴും ഇതൊന്നും നശിച്ചു പോയിട്ടില്ല. മീൻസ് പണ്ടത്തെ കുറച്ചെങ്കിലും അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട്. കല്ലും മണ്ണും മരങ്ങളും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് പണ്ടത്തെ കാലത്ത് ഈ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയെന്നുള്ളത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങളുടെ മക്കൾക്കും കൂടി ഒന്ന് എന്താ പറയുക കാണിച്ചു കൊടുക്കണമെങ്കിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അവർക്കും മനസ്സിലാക്കാനൊക്കെ പറ്റും. അതേപോലെ കണ്ട ഇതിൻ്റെ ഡോറ് കണ്ടില്ലേ, ഇപ്പോൾ തുരുമ്പിച്ചു. എത്രയോ വർഷം പഴക്കമുള്ള ഡോറുകളും അല്ലെങ്കിൽ ഈ ബിൽഡിങ്സൊക്കെ കണ്ടറിയാലോ. എനിക്ക് തോന്നുന്നു ഈ മണ്ണും ഈ മരം ഇതേപോലെ സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് പണ്ടത്തെ കാലത്ത് ചൂട് കുറയാൻ കണക്കാക്കിയാണ് ഇവർ ഈ രീതിയിലൊക്കെ ബിൽഡ് ചെയ്തതാണെന്ന് തോന്നണേ. അത്യാവശ്യം കുറച്ച് ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. ഈ ഏരിയയിലൊക്കെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ് പോയി. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ഒരു ഫീല് പറയട്ടെ, അതായത് ചൂട് അനുഭവപ്പെടുന്നില്ല. ഓ എത്ര ചെറുതാണ് നോക്ക്, ഈ സ്റ്റെപ്പൊക്കെ നോക്ക്. എന്താ ഇതിലേക്ക് മുകളിലേക്ക് പോണ ആ ഒരു കവാടമുണ്ടല്ലോ, എത്രയോ ചെറിയ കവാട. അതിൻ്റെ സൈസ് മനസ്സിലാവണില്ലേ? ഇത് കണ്ട, ഞാൻ അത്ര സൈസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ. അതെ ഇത്രയ്ക്ക് വീതികൾ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയും മരത്തിൻ്റെ ഓരോ സെറ്റപ്പുകൾ കൊണ്ടൊക്കെയാണ് ഇതൊക്കെ പണിതാണ്. ഇത് കണ്ട, ഇത് ഡബിൾ ഫ്ലോറാണ്. മുകളിലേക്ക് കയറിയിട്ട് ഈ സെറ്റപ്പൊക്കെ കണ്ടില്ലേ.
നല്ലൊരു ഏരിയ ഉണ്ടാ. ഡബിൾ ഫ്ലോറാണ് നമ്മൾ ഈ കാണുന്ന വീട്. മുകളിൽ ഇതേപോലെ തന്നെ ആ മരത്തിൻ്റെ കൊണ്ടുള്ള ചെറിയ സെറ്റപ്പ് കൊണ്ടൊക്കെയാണ് അവർ മേഞ്ഞിട്ടുള്ളത്. ഡബിൾ ഫ്ലോർ ആയിട്ടുള്ള. അപ്പോൾ ഒരു മണ്ണിൻ്റെ വീട് നിങ്ങൾ കണ്ടല്ലോ ഒന്നാലിൽ. പിന്നെ താഴത്തേക്ക് കണ്ടില്ലേ, ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഇട്ട് പോകുന്നത്. വളരെ വീതി കുറഞ്ഞൊരു വാതിലേക്കാണ്. നമ്മളിപ്പോൾ നല്ല വീതിയുള്ള വീടുകളിലൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്, ഡോറും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു ഇതിലേക്ക് എൻട്രി ചെയ്യണ ഒരു പോർഷൻ ഭയങ്കര വീതി കുറവാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു എന്താ പറയുക, ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല കൂളിങ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് തോന്നണേ. പിന്നെ പണ്ടത്തെ കാലത്ത് ആളുകൾ ഷെൽഫൊക്കെ ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ മണ്ണിൽ തന്നെ സെറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഷെൽഫ് കാര്യങ്ങളൊക്കെ, അതും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മാക്സിമം അവർ ഈ കല്ലും മണ്ണുകൊണ്ട് ചെയ്യാതെ മാക്സിമം അവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ബിൽഡിങ്സിൻ്റെ അവിടെ നിന്ന് ഈ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട്. അതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും ഒരു മല ഏരിയ. അതായത് പണ്ടക്കാലത്തൊക്കെ മല ഏരിയ ഒക്കെ നോക്കിയിട്ടാണല്ലോ അവർ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ പണിയുക. അപ്പം അങ്ങനെ ഒരു ഏരിയ നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കാറൊക്കെ പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എവിടെ വരെ പോകുമെന്ന് അറിയില്ല, പോയി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാം, ഇതേപോലെ വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെയും അത്യാവശ്യം വാഴയും സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പൂവൻ വാഴയെന്നുണ്ട്. ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ, അത്യാവശ്യം വെള്ളമുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വേണമെങ്കിൽ പോവാം. ആഹാ, അടിപൊളി, വൺ സെറ്റപ്പ്, സൂപ്പർ. ഒരു പഴയൊരു മഹൽ പോലെ തോന്നുന്നുണ്ട് കേട്ടാ. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് കുറേയൊക്കെ. എന്നാലും പഴയ കാലത്ത് പാനയോല ഉണ്ടല്ലോ, പാനയോല കൊണ്ട് ഉണ്ടാക്കിയ സെറ്റപ്പൊക്കെ അവർ മറ്റേ മണ്ണ് കുഴക്കുന്നതിന് മുന്നായിട്ടൊക്കെ അതിൽ കണ്ടാ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ആഹാ, ഇതൊക്കെ കുറേയൊക്കെ വീണ് പോയി. പിന്നെ എല്ലാം സംരക്ഷിച്ചാൽ മാത്രമല്ല നമ്മൾ നിൽക്കുള്ളൂ. ലൈൻ കമ്പിയൊക്കെ പോയിട്ടുണ്ട്. ഇതിലിപ്പോൾ കറണ്ട് കണക്ഷനൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അടിപൊളി കേട്ടോ. അടിയിലേക്കൊക്കെ പോകുന്നുണ്ട് ഏരിയ. ഇതിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ അവനാൻ്റെ സേഫ്റ്റി. ഇതിൽ ഈ പറഞ്ഞ പോലെ ഇതിൽ ഇടിഞ്ഞൊളിഞ്ഞ് വീഴും, അതൊക്കെ ആ റിസ്ക്കൊക്കെ അവനാൻ്റെ സേഫ്റ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സ്റ്റെപ്പ് കയറി മുകളിൽ പോകുന്നുണ്ട്. നേരത്തെ അടിയിൽ നിന്ന് കണ്ടതിൻ്റെയൊക്കെ സെറ്റപ്പ് മുകളിൽ നിന്ന്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോവാം. കണ്ടാ, നമ്മൾ ഈ താഴത്തുനിന്നാണ് നമ്മൾ കയറി വന്നത് ഈ റോട്ടിൽ നിന്ന്. ഇത്രയും ഹൈറ്റിലായിട്ടുണ്ട്. ഇനി വേണമെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാം. പക്ഷെ റിസ്ക് ഉണ്ട് കേട്ടോ, കാരണം സ്ലിപ്പാവാനും ഒക്കെയുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ ഈ ലൈൻ കമ്പിയൊക്കെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഏരിയകളുണ്ട് കേട്ടോ. ഇതിൽ കറണ്ട് പാസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം അതിലൊന്നും കയറി ചാടി പിടിച്ച് അപകടമൊന്നും വരുത്തി വെക്കാണ്ട് നോക്കാം. ആഹാ, അടിപൊളി, ഒരുപാട് വെള്ളം പോകുന്നുണ്ട് ഏരിയയിൽ. ആഹാ, സൂപ്പർ. ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും മലയുടെ മുകളിലേക്ക് ആയിട്ട് കണ്ട ഇങ്ങനെ കയറി പോകുന്നൊരു ഏരിയ ഉണ്ട്. ഇനിയും ലോങ്ങിക്കൊക്കെ കയറി പോവാം. കുറേ സമയം എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഇതിന് മുകളിലേക്ക് കയറി പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഈ വെള്ളമൊക്കെ പോണ ഏരിയയിൽ ഇത്തിരിയാണ് നീങ്ങി കഴിയുമ്പോൾ ഒമാനികളുടെ വീടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ പ്രൈവറ്റ് ഏരിയ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഉപ്പുവെള്ളമൊന്നുമല്ല കേട്ടോ, ഇത് വരണത് ഈ മലയുടെ മുകളിൽ നിന്നാണ് പറയണത്. നമ്മളൊരു ഒമാനിയിൽ കണ്ടായിരുന്നു, ആളാണത് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് കൈ കഴുകാം, കാല് കഴുകാം, കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല, പക്ഷെ കൈയും കാലൊക്കെ കഴുകാം. സ്വീറ്റ് വാട്ടറാണ്, സ്വീറ്റുമാണ്, ഉപ്പൊന്നല്ല. അതേപോലെ ഈ വെള്ളത്തിന് ഇതിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ചൂട് കാലത്ത് തണുപ്പുള്ള വെള്ളം വരും, അതേപോലെ തണുപ്പ് കാലത്ത് ചൂടുള്ള വെള്ളം, അങ്ങനെ രണ്ട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയണേ. നിങ്ങൾക്ക് പിള്ളേർ ഫാമിലിയായിട്ട് വരണമെങ്കിൽ ഇവിടെ ഇറങ്ങിക്കുക. പിന്നെ ചെറിയ പൂപ്പലും അതേപോലെ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വന്തം റിസ്ക് കേട്ടോ. അപ്പോൾ കൈയും കാലൊക്കെ ഇട്ടിരുന്ന് നമുക്ക് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നടക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല
ചൂടൊക്കെ ആകുമ്പോഴേ ഒന്ന് എക്സോസ്റ്റ് ആവാണ്ടിരിക്കാൻ കൈയും കാലും ഒക്കെ കഴുകണമെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഈ കനാലിങ്ങനെ ഒഴുകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കുറച്ച് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. കണ്ടോ, ഇതിലൊരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് പണ്ടത്തെ കാലത്ത് ആ കൾച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ആളുകൾ ജീവിച്ചായിരുന്നെന്ന്. ഇതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട്, എന്നിട്ട് പോലും ഒട്ടും ചൂടൊന്നും ഫീൽ ചെയ്യല്ല. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് കണ്ട പ്രത്യേകിച്ച് വാതിലുകളൊക്കെ ചെറുതാണ്. കണ്ട, ഈ വാതിലിനൊന്നും ഒട്ടും വീതിയില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും എന്തെങ്കിലും ചെറിയ റീഫ്രഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒരു കഫേയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്നാക്സും ഡ്രിങ്ക്സൊക്കെ വേണമെങ്കിൽ കഴിക്കാം. ഡ്രിങ്ക്സ് മീൻസ് ജ്യൂസ്, ഷേക്ക്, ഇതൊക്കെയാണ് ഉദ്ദേശം കേട്ടോ. ഇവിടെ പോകുന്നുണ്ട് കേട്ടോ, ഒരുപാട് ഏരിയ ഉണ്ട്. പക്ഷേ ഈ വെള്ളം ഈ മലയിൽ നിന്ന് ഇങ്ങനെ വരാമെന്ന് പറയുമ്പോഴേ ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വിശ്വസിക്കാത്തതിന് പിന്നിലൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മല എന്ന് പറയുന്നത് പച്ചപ്പ് നിറഞ്ഞ മലയൊന്നല്ല. പച്ചപ്പുള്ള മലയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് പച്ചപ്പല്ല, ഒരു തരം കല്ലുമലയാണ്. അപ്പോൾ മലയുള്ളവർക്കൊക്കെ അറിയാം, മല പുറത്തുള്ളവർക്ക് ഇപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല. കണ്ടാ, അധികം പച്ചപ്പൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കണ്ടാ, പക്ഷെ എന്നിട്ടും അതിൽ നിന്നാണ് ഈ വെള്ളം വരണതെന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഏരിയയൊക്കെ കുറച്ചും കൂടി വന്നു കഴിയുമ്പോൾ വെള്ളമൊക്കെ പോണ ഏരിയ അത്യാവശ്യം കാണുന്നുണ്ട്. പക്ഷേ ഇവിടം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം തീർന്നു, ഒരു മതിലൊക്കെ കെട്ടി തീർത്തു. ഇതിൻ്റെ അപ്പുറത്ത് മാവൊക്കെ ഉണ്ട് കേട്ടോ, മാങ്ങയൊക്കെ ഇവിടെ നന്നായിട്ടുണ്ടാവും, അറിയാലോ. പിന്നെ ഈ ഒരു എൻ്റെ ഏരിയ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴത്തേക്ക് ടെറസ് പോലെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു പടി ഇറങ്ങി പോയിട്ട് അവിടെ ചില്ലിൻ്റെ ഒക്കെ കുറച്ചൊക്കെ അവർ അല്ലാണ്ടും വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ബിൽഡിങ്സും അതായത് ഈ മലയോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്സാണ് മെയിനായിട്ട്. അതിൻ്റെ മുകളിലേക്കൊക്കെ ഓരോ പോർഷൻ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് എൻ്റെ ആവാണ് കേട്ടോ, ഇവിടെ വെച്ച് അല്ലെങ്കിൽ കിടക്കായിരുന്നു. പക്ഷെ ഈ കനാൽ ഇങ്ങനെയാണ് പോകുന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കപ്പിൾസിനൊക്കെ സേവ് ദ ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയയൊക്കെ വേണമെങ്കിൽ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. രണ്ടാളും പാണും പെണ്ണൊക്കെ മനുള്ളവർക്കൊക്കെ ഇവിടെ വന്നൊക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. കാരണം പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെയൊക്കെ വന്ന് അടിപൊളി സ്റ്റീൽസൊക്കെ എടുക്കാം. ലാസ്റ്റ് കണ്ട ലൊക്കേഷനിൽ നിന്ന് നേരെ കുറച്ചും കൂടി ഒരു 600 മീറ്റർ നമ്മൾ നേരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതേപോലെ ഒരു ഏരിയ വരും. ഇവിടെ വീണ്ടും വെള്ളമൊക്കെ ഒഴുകി പോകുന്ന ഒരു ഏരിയയാണ്, റോഡ് സൈഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം, ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ വെള്ളത്തിലൊക്കെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കൂടെ പറ്റും. പിന്നെ ഡൈവിംഗ് ഒന്നും ഇവിടെ അലൗഡ് അല്ലാന്ന് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. എന്താ അത് ഇവിടെ കയറുമ്പോൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ നല്ല പച്ചപ്പ് വഴുവഴുപ്പൊക്കെ ഉണ്ട്. ഡൈവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ സ്ലിപ്പ് ഔട്ടാ ഉണ്ടാ. ഒരു 3 കൈവരിക്കായിട്ട് വെള്ളം പോണേ. അതേപോലെ ശരിക്കും ഒരു ഡൈവ് ചെയ്യാൻ പാടില്ല, പിള്ളേരുകളൊക്കെ ഇങ്ങനെ കുളിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വന്തം റിസ്ക്കിലാണ്. അതേപോലെ നമുക്ക് ഇതേപോലെ നടന്ന് നമുക്ക് പോവാം. പക്ഷെ അതൊക്കെ അവനാൻ്റെ റിസ്ക്കുകളാണ് കേട്ടോ. ഏരിയയിലൊക്കെ നടക്കാനായിട്ടൊക്കെ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. പിന്നെ ഈ ഏരിയയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം വല്ല കുളിമുറിയോ ഡ്രസ്സ് മാറാനുള്ള ചെറിയ സെറ്റപ്പൊക്കെ അത് വിചാരിച്ചേ. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ഇവിടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അതിന് ഡോറും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു മറ അത്രേ ഉള്ളൂ. ഈ ഒരു ഏരിയ പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഫോർട്ട് കാണാം. അപ്പോൾ അത് കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ സ്റ്റെപ്പോട് ഇങ്ങനെ റൈറ്റ് സൈഡിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് എത്തും. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിലെ പോയി കയറാം. പക്ഷെ അതൊരു ഉച്ചനേരം അല്ലാണ്ട് കുറച്ച് വെയിലാറിയിട്ടൊക്കെ വരാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഈ ഫലജ് ഇതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സെറ്റപ്പ്, ഒരു സ്തൂപം വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പോർഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇതിങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വെള്ളം പോകുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ആ ഒരു പനകളുടെ ഇടയ്ക്കൂടെയൊക്കെ കാണാനായിട്ട് കുറച്ച് രസമുണ്ട് ഇതേ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആക്ച്വലി ഈ വെള്ളം വരുന്നത് ഒരു ജബലിൽ നിന്നാണ്. അതായത് ജബൽ എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ അത് ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് 4x4 ഒക്കെ എടുത്ത് പോകണത് ജബൽ അക്തറിക്കാണ്. അപ്പോൾ ആ മലയിൽ തന്നെ ആയിരിക്കും ഈ വെള്ളം വരുന്നുണ്ടാവുക. ഇവിടെ ഇതേ പനയൊക്കെ സൈഡിലായിട്ട് കണ്ടത് ഇതേപോലെ ഒരു പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇതേപോലെ തന്നെ ഈ കനാലിൽ നിന്ന് കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. ബാക്കി കൂടുതലൊക്കെ ആ സൈഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഒരുപാട് പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അതായത് ശരിക്കും ഇത് ആക്ച്വലി പാർക്കിംഗ് സൗകര്യം വരണത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട്
ഈ മലയുടെ മുകളിലേക്ക് കയറി പോകാനാണ്. അതായത് ഈ വഴിക്കാണ് ജബൽ അക്തർ പോണത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് ഹയർ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ സലൂൺകാർ വരുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ 35 റിയാലാണ് ചാർജ് ചെയ്യണേ. ഒരു 4-5 മണിക്കൂർ നമ്മളെ കൊണ്ട് കറക്കും. വിത്ത് ഡ്രൈവറാണ് കേട്ടോ, നമ്മുടെ കയ്യിൽ വണ്ടി തരുന്നില്ല. അതേപോലെ നിങ്ങളിവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓൾഡ് മ്യൂസിയം കാണാം. അതായത് നമ്മുടെ പഴയ കാലത്തുള്ള ഉപയോഗിച്ചറിഞ്ഞ തോക്കുകളൊക്കെയാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട്, 500 തോക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഒമാനികൾക്ക് 1 റിയാലും നോൺ ഒമാനികൾക്ക് എക്സ്പാറ്റ് കാര്യങ്ങൾക്കൊക്കെ 3 റിയാലാണ് ഇവിടെ ചാർജ് ചെയ്യണേ. ഇവിടെ അടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കയറി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ മലയുടെ മുകളിലേക്കൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ട്രക്കിങ്ങുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പോണ റൂട്ട് എന്ന് പറയുന്നത് ജബൽ അക്തറിലേക്കുള്ള റൂട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ നമ്മുടെ സലൂൺ കാർ കൊണ്ട് നമുക്ക് ജബൽ അക്തറൊന്നും പോകാൻ പറ്റില്ല, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഇതേപോലെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 4 വീൽ ഡ്രൈവ് മാത്രമേ പറ്റുള്ളൂ, അതുപോലെ അധികം സ്പീഡിലും കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയ വരെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്നാണ് പോകണില്ല. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ പോണത് ആ ബനാന റെസ്റ്റോറൻറ്റ് ഭാഗത്തേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലുള്ള ഒരു കനാലും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം സംഗതി ഇത് പനയാണെങ്കിലും ഒരു തെങ്ങിൻ തോട്ടത്തിൽ പോണ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ കുറച്ച് ഫാമിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, ചോളൊക്കെ കൃഷി ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ചില സൈഡുകളിലൊക്കെ റോഡ് വളരെ ഇടുങ്ങിയാണുള്ളത്. അപ്പോൾ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. കുറച്ച് സ്ലോ ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നേരെ കാണുന്നതാണ് നമ്മുടെ ഹൈറ്റിലുള്ള കനാലിൻ്റെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നേരെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് നമ്മുടെ ബനാന റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തറ കെട്ടണ പോലെ തന്നെയാണ് കല്ലുകളൊക്കെ കറക്റ്റായിട്ട് അടക്കി പറക്കി അതിൻ്റെ മുകളിൽ കനാലൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മതിലിൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, മതിൽ മീൻസ് മുകളിൽ കൂടെ കനാലാണ് കേട്ടോ. എൻ്റെ മുകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കയറാം. അത്യാവശ്യം റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കനാലിൽ ഒട്ടും വളരെ ലൈറ്റായിട്ട് വെള്ളമുള്ളൂ, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം വെള്ളമുണ്ട്. ചില സമയത്തൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഇപ്പം ഇത്ര വെള്ളമുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും, നല്ല വൈബ് എൻജോയ് ചെയ്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ എന്നാലാണ് ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.